ഇന്നലെ ഒരാളെന്നോട് സംഭവം പറഞ്ഞു. ഞാൻ ഏട്ടൻ്റെ മകന് ഡ്രസ്സ് എടുത്തു കൊടുത്തപ്പോൾ അവരത് മാറ്റിക്കളഞ്ഞു പറഞ്ഞു. അതുകൊണ്ട് പിന്നീട് ഞാൻ എടുത്തു കൊടുത്തില്ല എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കുക, ഒരിക്കൽ റസൂലുള്ളാഹിന്റെ മുന്നിൽ ഒരു പെണ്ണ് മുന്തിരിയുമായിട്ട് വന്ന്, അങ്ങനെ മുന്തിരിയായിട്ട് വന്നപ്പോൾ സാധാരണ റസൂലുള്ളാഹിന്റെ പതിവ് എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതാണ്, സ്വഹാബാക്കൾക്ക് എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ ആ സമയത്ത് റസൂൽ കൊടുത്തില്ല. റസൂല് ഫുള്ളായിട്ട് എന്ത് ചെയ്തു? ഒറ്റക്ക് തിന്നു. ഒറ്റക്ക് കഴിക്കുന്ന കണ്ടപ്പോൾ സ്വഹാബാക്കൾ ചോദിച്ച്, നിങ്ങൾ എന്തെങ്കിലും ഒറ്റക്ക് കഴിക്കുന്നത്? ഇത് പതിവില്ലാത്തതാണല്ലോ, കാരണം എന്ത് കിട്ടിയാലും ആ സ്വഹാബാക്കൾക്ക് തരാറുണ്ട്. ഇതെന്താ എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ റസൂൽ പറയാ ഈ മുന്തിരി എന്ന് പറയുന്നത് പുളിക്കുന്ന മുന്തിരിയാണ്. ഈ മുന്തിരി കഴിച്ച് ഇതിന്റെ പുളിപ്പ് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ചോദിക്കൂ, റസൂലുള്ളാഹിക്ക് കൊണ്ടു കൊടുക്കുമ്പോൾ വേറെ ഒന്നും കിട്ടിയിട്ടില്ല. ഇത്രയും മഹത്തുള്ള ഒരാൾക്ക് ഇങ്ങനെ പുളിക്കുന്ന മുന്തിരിയാണ് കൊണ്ടു കൊടുക്കുന്നത് നിങ്ങൾ ചോദിച്ചാൽ ആ പെണ്ണിന്റെ മനസ്സ് വേദനിക്കൂല. ഞാൻ പറഞ്ഞു വരുന്നത് റസൂലുള്ളാഹിന്റെ ദീർഘവീക്ഷണം അല്ലെ, ആ മനസ്സ് വേദനിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ആ പുളിക്കുന്ന മുന്തിരി മുത്തായിട്ട് കഴിക്കുന്നത്. ഇതേപോലെ നമുക്കൊരാളൊരു സാധനം തന്ന് നമ്മൾ ഇത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിൽ പറയാന്നല്ല, നമ്മളെ ഭാവത്തിൽ അത് ഉണ്ടാവരുത്. പിന്നീട് അയാളെ മനസ്സെന്തായി പോവും, മുറിഞ്ഞു പോകും. അതുകൊണ്ട് ഈ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഒരുപാട് ആൾക്കാരും ഓരോന്നും തരുന്നുണ്ടാവും, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇതെല്ലാം എന്താണ്, നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മളെല്ലാം അറിയണം എങ്ങനെ പെരുമാറണം, എവിടെ ചിരിക്കണം എവിടെ ചിരിക്കരുത്, അല്ലെ മരിച്ച വീട്ടിൽ ചിരിക്കാൻ പറ്റും, ഇല്ല കല്യാണം വീട്ടിൽ ചിരിക്കണം എന്ന് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയണം. ഇൻഷാ അല്ലാഹ് നമ്മൾ ഓരോന്നോരോന്നായിട്ട് എന്ത് ചെയ്യും, ഇനി ചർച്ച ചെയ്യും. അസ്സലാമു അലൈക്കും.